തിരുവനന്തപുരം കാട്ടാക്കട പോക്സോ കോടതി സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ തീപിടുത്തം. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഓഫീസിലേക്കും തീ പടർന്നു. ഈ കോടതിയിലെ തൊണ്ടിമുതലുകളെല്ലാം സൂക്ഷിക്കുന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായതെന്നാണ് സൂചന. ജിബിൻ JB വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ജിബിൻ JB ഉണ്ട് വിശദാംശങ്ങളുമായി. ജിബിൻ, ഇത് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? കോടതിയിൽ തീപിടുത്തം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഗൗരവപൂർവമായൊരു വിഷയം കൂടിയാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള വിശദാംശങ്ങൾ കൂടി. അനശ്വര, ഇന്ന് രാത്രിയോട് കൂടിയാണ് കാട്ടാക്കട പോക്സോ കോടതി സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായത്. ഈ കോടതിക്ക് സമീപത്തായുള്ള ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഓഫീസിലേക്ക് തീ പടർന്നിരുന്നു. എന്തായാലും സമീപത്തൊന്നും തന്നെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ ഇപ്പോൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ പോക്സോ കോടതിയിലെ തൊണ്ടി മുതലുകളും സാധനങ്ങളും ഫയലുകളും സൂക്ഷിക്കുന്ന സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഫയലുകൾ നഷ്ടപ്പെട്ടു എന്ന കാര്യങ്ങൾ ഇനി മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കാരണം ഈ കോടതി സമയം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെയോടുകൂടി മാത്രമേ ഏതെങ്കിലും കേസുകളുടെ ഫയലുകളോ തൊണ്ടി മുതലുകളോ നഷ്ടമായിട്ടുണ്ടോ, ഈ തീപിടുത്തത്തിൽ നശിച്ചു പോയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും സമീപത്ത് കാട്ടാക്കട പോക്സോ കോടതി കെട്ടിടത്തിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. സമീപത്തുനിന്ന് 2 യൂണിറ്റ് എത്തി അവിടെ ആദ്യം ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി വലിയ രീതിയിലുള്ള തടസ്സം നേരിട്ടിരുന്നു. അങ്ങനെ കോടതി കെട്ടിടത്തിന്റെ കണ്ണാടി ചില്ലുകൾ പൊട്ടിച്ച ശേഷമാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ അകത്തേക്ക് കയറി ഇപ്പോൾ ഈ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. ശരി, ജിബിൻ JB ആണ് വിശദാംശങ്ങൾ നൽകിയത്. പോക്സോ കോടതിയിലാണ് തീപിടുത്തമുണ്ടായത്. പോക്സോ കോടതി സ്ഥിതി ചെയ്യുന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. അടുത്തുള്ള ഒരു സ്ഥാപനത്തിലേക്കും തീ പടർന്നു. ആളപായങ്ങളൊന്നുമില്ല എന്നുള്ളതും കൂടി അറിയുകയാണ്.